രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നമ്മൾ സ്ഥിരമായി കാണുന്നത് തന്നെയാണ്. ചിലപ്പോൾ ഇന്നലെ വരെ മറുവശത്ത് നിന്ന ഒരാൾ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ എതിർ വശത്ത് നിന്ന് അവർക്ക് വേണ്ടി രംഗത്ത് വരും നമ്മൾ കാണാറുണ്ട്. അതായപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട്ടത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥി പോലും അങ്ങനെയാണ്. തലേ ദിവസം വരെ UDF വേണ്ടി നിൽക്കുകയും UDFിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുകയും ചെയ്യുകയും ഒരു നേരം എടുത്തപ്പോൾ ഇപ്പുറത്ത് LDFിൽ വന്ന് സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അത്തരത്തിൽ ചില കൗൺസിലർമാരും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് കൂടുമാറുന്ന കാണാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഭരണം തന്നെ തകിടം മറിയും നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലായിരിക്കും പല ഗ്രാമപഞ്ചായത്തുകളും ചില മുനിസിപ്പാലിറ്റികളും നിലനിൽക്കുന്നത്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് മറു സൈഡിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള ആൾ പെട്ടെന്ന് പ്രതിപക്ഷത്തേക്ക് മാറുമ്പോൾ ഈ സമിതി നിലംപതിക്കുന്ന നമ്മൾ കാണുന്നതാണ്. ഇത് അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു. അത് UDFിൽ ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ UDFിലേക്ക് കാലുമാറി. എന്നിട്ട് അവർ ആദ്യമായിട്ട് മുനിസിപ്പൽ കൗൺസിലിലേക്ക് പങ്കെടുക്കാൻ വരുന്നു. പങ്കെടുക്കാൻ വന്നപ്പോൾ അവർക്ക് പഴയ സഹപ്രവർത്തകരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവരെ ചെരുപ്പ് മാലയിട്ട് സ്വീകരിച്ചു എന്ന വാർത്ത, അത് ഒരു കൗതുകമുള്ളതായതുകൊണ്ടും പ്രത്യേകതയുള്ളതായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. കോഴിക്കോട് ഫറോക്ക് നഗരസഭയിലെ കൗൺസിൽ യോഗത്തിൽ നടന്ന സംഭവമാണ് ഇത് ഉള്ളത്. ഫറോക്ക് നഗരസഭയിലാണ് സംഭവിച്ചത്. RJD വിട്ട്, RJD ആയിരുന്നു LDFിന്റെ കൂടെ നിൽക്കുന്ന RJD അംഗമായിരുന്ന ഒരു കൗൺസിലറാണ്. അവര് സനൂബി എന്നാണ് അവരുടെ പേര്. അവര് മുസ്ലിം ലീഗിലേക്ക് കാലുമാറി. അവർ മുസ്ലിം ലീഗ് കൗൺസിലറായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ അവര് പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയ ഫറൂഖ് നഗരസഭയുടെ പുതിയ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ അവരവിടെ വരുന്നു. വന്നപ്പോൾ പഴയ ഇടതുപക്ഷക്കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട്, പഴയ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ട് ചെരുപ്പമാല അണിയിക്കാൻ ശ്രമിച്ചു. അത് വലിയ വിഷയമായി. ആരെങ്കിലും നിന്ന് കൊടുക്കുമോ? അപ്പോൾ വലിയ പ്രശ്നമായി, തർക്കമായി, സംഘർഷമായി. ഇന്നലെ നടന്ന യോഗത്തിലാണ് LDF UDF കൗൺസിലർമാർ ഏറ്റുമുട്ടിയത്. പാർട്ടി മാറിയ ശേഷമുള്ള ആദ്യ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് സംഭവം. ഇതിനെ എതിർപക്ഷം തടയാൻ ശ്രമിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങി. സനൂബിയുടെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം അക്രമവും കല്ലേറും ഉണ്ടായെന്നും ആരോപിച്ച് UDF പ്രതിഷേധിച്ചിരുന്നു. എന്തായാലും RJD വിട്ട സനൂബിക്ക് എതിരെ കഴിഞ്ഞ ദിവസം LDF പൊതുയോഗവും അവിടെ നാട്ടിൽ സംഘടിപ്പിച്ചിരുന്നു. ഈ പൊതുയോഗത്തിൽ ഭീഷണി ഉണ്ടായെന്നും വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൗൺസിലർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൂറുമാറിയതിനെ ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കുകയാണ് ചെയ്തതെന്നും LDFിന്റെ വാദം വരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ LDFിൽ ഉണ്ടായിരുന്ന ഒരു സനൂബി എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ RJD അംഗമായ ആള് ഇപ്പുറത്തേക്ക് മാറുമ്പോൾ അവരെ ചെരുപ്പ് മാലയിട്ട് പിന്നെ LDFുകാർ സ്വീകരിച്ചപ്പോൾ നമ്മൾ കാണേണ്ടത് ഡോക്ടർ സരിനെ, അതായത് UDFിന് വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ടും കോൺഗ്രസിന്റെ സൈബർ കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യുകയും CPMനെയും DVFയെയും അതിഗുരുതരമായി ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ സരിനെ ഇപ്പോൾ മാലയിട്ട് കൊണ്ടു നടന്ന് വോട്ട് ചോദിക്കുന്ന LDFിന്റെ നയം, അവർക്ക് എത്ര ചെരുപ്പ് മാല ഇടണം ഈ വിളിച്ചുകൊണ്ടുവന്ന് മാലയിട്ട LDF നേതാക്കൾക്കും CPM നേതാക്കൾക്കും ഈ സരിനും എന്നത് ജനം അറിയാതെ ചോദിച്ചു പോവുകയാണ്.